إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഹജ്ജ് 37-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഇതിന് മുമ്പുള്ള ആയത്തുകളിൽ മൃഗങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച ശേഷം അല്ലാഹു വിശദീകരിക്കുകയാണ്, അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തുകയില്ല ലുഹൂമുഹാ, ആ ബലിമൃഗത്തിന്റെ മാംസം, ലഹമുൻ അതിന്റെ മാംസം എത്തുകയില്ല, വലാ ദിമാഉഹാ അതിന്റെ ദം അതിന്റെ രക്തവും അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തുകയില്ല, വലാകിൻ പക്ഷേ യനാലുഹു തഖ്വാ മിൻകും നിങ്ങളിൽ നിന്നുള്ള ഭക്തിയാണ്, സൂക്ഷ്മതയാണ് അല്ലാഹുവിന്റെ പക്കലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ രൂപത്തിൽ ഏറ്റവും നല്ല ആ പ്രത്യേകതയുള്ള യാതൊരു തരത്തിലും ന്യൂനതയുമില്ലാത്ത നല്ല മൃഗങ്ങളെയാണ് നിങ്ങൾ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി നിങ്ങൾക്ക് അല്ലാഹുവിനെ ബലിയർപ്പിക്കേണ്ടത്. അള്ളാഹുവിന്റെ ആ കൽപ്പനകളെ അനുസരിക്കുന്ന മൂലമാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത്. അല്ലാതെ കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാംസമോ അതിന്റെ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുമെന്നല്ല. ജാഹിലിയ കാലത്ത് ഈ മൃഗങ്ങളുടെ രക്തമെടുത്തുകൊണ്ട് പല വിഗ്രഹത്തിന്റെ മുകളിലും പുരട്ടുന്ന സമ്പ്രദായം ജാഹിലിയ മുശ്രിക്കീങ്ങൾക്കുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇവിടെ വ്യക്തമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്നത്. അത്തരം രക്തങ്ങൾ കൊണ്ടുള്ള എന്തെങ്കിലും കർമ്മങ്ങളോ അല്ലെങ്കിൽ മാംസം കൊണ്ടുള്ള കർമ്മങ്ങളോ അല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്. മാംസം നിങ്ങൾക്കും അതുപോലെ പാവപ്പെട്ട സാധുക്കൾക്കും ദരിദ്രർക്കും ഭക്ഷിക്കാനുള്ളതാണ്. ഒരു മാംസമായി നിങ്ങൾക്കൊരു ഭക്ഷണമായി ഉപയോഗിക്കേണ്ടതാണ്. അത് മാത്രമാണ് അതിന്റെ ഉദ്ദേശം. അത് ആ ബലി എന്ന് പറയുന്ന ആ ഒരു കർമ്മം, ആ പവിത്രമായ കർമ്മം അങ്ങേയറ്റത്തെ നിഷ്കളങ്കതയോടുകൂടി നിങ്ങൾ നിർവഹിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത്. കദാലിക അപ്രകാരമാണ് സഖറഹാലക്കും നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തി തന്നത് ആ ബലിമൃഗങ്ങളെ, ലിതുകബ്ബിറുല്ലാഹ അല്ലാഹുവിന്റെ നാമങ്ങൾ ആ തക്ബീർ ചൊല്ലാൻ വേണ്ടിയും, അലാമാ ഹദാക്കും നിങ്ങൾ അല്ലാഹു സന്മാർഗത്തിലാക്കിയില്ലേ, നിങ്ങൾ അല്ലാഹു സന്മാർഗത്തിലാക്കിയത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ മഹത്വവൽക്കരിക്കണം, മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രകീർത്തിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബലിമൃഗത്തിന് നിങ്ങൾ ബലിയർപ്പിക്കണം. വബശ്ശിരിൽ മുഹ്സിനീൻ അങ്ങനെയുള്ള സുകൃതവാന്മാർക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർക്ക് വിജയമുണ്ടായിരിക്കും, അള്ളാഹുവിന്റെ അടുപ്പമുണ്ടായിരിക്കും, പരലോകത്ത് അവർക്ക് സ്വർഗം ലഭിക്കും എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. ഈ രൂപത്തിൽ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.